ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്യാസ് ബർണേഴ്സ് ഒക്കെ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുക്കിംഗ് റേഞ്ചാണ് 5 ബർണേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് 5ഉം ഞാൻ ഉപയോഗിക്കാറില്ല. മെയിനായിട്ട് ഉപയോഗിക്കുന്ന സൈഡിലത്തെ 4എണ്ണമാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ആദ്യം കണ്ട ആ ഒരു ക്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ള ഫൈനൽ റിസൾട്ട് ആയിരുന്നു. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഗ്യാസ് ബർണറിന്റെ അവസ്ഥ. ഇതൊരു 3-4 ദിവസം ഞാൻ ക്ലീൻ ചെയ്യാതെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ അരി തിളച്ച് തൂവിയതും ചായ തിളച്ച് തൂവിയതും ഒക്കെ ഉണ്ട്. നന്നായിട്ട് അഴുക്കാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ ഒരിക്കലും അഴുക്കാക്കാറില്ല, കാരണം എനിക്ക് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന ഭയങ്കര മെനക്കെട്ട പണിയാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഡെയിലി തുടച്ച് പോകാറുണ്ട്. അപ്പം ഡീപ്പ് ക്ലീനിങ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ രീതിയാണ് കാണിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും നന്നായിട്ട് അഴുക്ക്, അതായത് എന്തെങ്കിലുമൊക്കെ വീണിങ്ങനെ കരിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഞാൻ സോഡാപ്പൊടി ഇടും കേട്ടോ. നന്നായിട്ട് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ ഡെയിലി തുടയ്ക്കുമ്പം ഇങ്ങനെയൊന്നും ഇട്ട് കൊടുക്കാറില്ല. നന്നായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റെയിനൊക്കെ ആവുന്ന സമയങ്ങളിൽ ഞാൻ നന്നായിട്ട് ഇങ്ങനെ സോഡാപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കും. ചിലപ്പം ചില ദിവസങ്ങളൊക്കെ എന്തെങ്കിലും നാരങ്ങയുടെ ഒക്കെ തോടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും കേട്ടോ. അല്ലാതെ നാരങ്ങ അതിന് വേണ്ടി എടുത്ത് പിഴിയത്തൊന്നുമില്ല. നാരങ്ങയുടെ തോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും, അതിൻ്റെ കൂടെ ഒക്കെ ചെയ്ത് കൊടുക്കും. അപ്പം ഇപ്പോൾ ചെയ്തേക്കുന്നത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഏതാണോ ഡിഷ് വാഷ് യൂസ് ചെയ്യുന്നത് അതങ്ങോട്ട് എടുത്തങ്ങ് ഒഴിച്ചത് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം ഒരു പഴയ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് കേട്ടോ. അതിന് ശേഷമാണ് നന്നായിട്ട് അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇച്ചിരി പാടാണ് ഇങ്ങനെ ഇത്രയും സ്റ്റെയിനൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആ ബർണറിൻ്റെ മണ്ടയ്ക്കത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റും. അതിനുശേഷം ഈ അവസ്ഥയിൽ ആക്കിയതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും. സ്റ്റീലിൻ്റെ അത് വെച്ചിട്ട് തന്നെയാണ് സ്ക്രബ് ചെയ്യാറുള്ളത്. അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഡെയിലി ജസ്റ്റ് തുടച്ച് പോകത്തതേ ഉള്ളൂ. സ്റ്റെയിൻ ആവുന്ന ദിവസങ്ങളിലാണ് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് നീറ്റാക്കി തുടച്ചതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ക്ലീനർ ഉണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് നന്നായിട്ട്, അപ്പോൾ ഒരു മണം കിട്ടും കേട്ടോ. അത് അങ്ങോട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണിപ്പോൾ ചെയ്തത്. അതിന് ശേഷം ഇപ്പോൾ ഇതാ ഫിക്സ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തെടുക്കും. അതേ സെയിം തന്നെ ഒന്നെങ്കിൽ ഡിഷ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കത്തേ ഉള്ളൂ. ഇന്നത്തെ ഈ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഞാൻ വിമ്മൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സോഡാപ്പൊടിയുടെ ഈ വിമ്മ് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കും ചില ദിവസങ്ങളിൽ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ആ അഴുക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഗ്യാസ് ബർണറെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡെയിലി ഇങ്ങനെ ചെയ്യാറില്ല. ഡെയിലി ഞാൻ ജസ്റ്റ് തുടച്ച് പോകത്തേ ഉള്ളൂ. എന്തെങ്കിലും ഡീപ്പ് ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റെയിൻ ആവുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അക്ഷയ ലക്ഷ്മി. എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടോ, അക്ഷയ ലക്ഷ്മി എന്നാക്കി. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. ബൈ.